കർപ്പൂര ദീപപ്രഭയിൽ ജ്യോതിസ്വരൂപനായ അയ്യപ്പൻ എന്നതാണ് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭാവം. അതാണ് അവർ തിരുവാഭരണമൊക്കെ ചാർത്തി ജ്യോതി സ്വരൂപ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആ ഘോഷയാത്ര ഇങ്ങനെ നടപ്പന്തലിലൂടെ കടന്നു വരികയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരൊക്കെ അയ്യപ്പന്മാർ തന്നെയാണ്. ആ അയ്യപ്പന്മാരിങ്ങനെ വളരെ വേഗത്തിൽ നടന്നു വരുന്നു. അല്പസമയത്തിനകം അതിനിടയിൽ നമുക്ക് കാണാൻ കഴിയും ആ തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആ സംഘത്തെ. അവരവിടുന്ന് പന്തളത്തു നിന്ന് 83 കിലോമീറ്റർ കാനനപാതയുണ്ട്, അതിൽ ജനനിബിഡമായ മേഖലകളുണ്ട്. അവിടെ അങ്ങനെ കാനനപാതയും ഒക്കെ കടന്ന് ജനനിബിഡമായ ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ കടന്ന് പമ്പയിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു വരികയാണ്. അത് നിലയ്ക്കലിൽ വന്നാൽ പിന്നെ കാനനപാതയിലൂടെ വീണ്ടും കടന്നു വരുന്നു. അങ്ങനെ തിരുവാഭരണ പാത എന്ന് തന്നെ റവന്യൂ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് കടന്നു വരുന്നത്. അവിടെ കയ്യേറ്റമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി തിരുവാഭരണ പാത അങ്ങനെ പാതയായി തന്നെ കാത്തു സൂക്ഷിക്കുകയാണ്. ഇതാ കർപ്പൂര ദീപപ്രഭ തീവട്ടികൾ അങ്ങനെ ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലൂടെ, മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലൂടെ ചെണ്ട എന്ന അസുരവാദ്യത്തിൻ്റെ പ്രകമ്പനം കൊള്ളുന്ന താളത്തിലൂടെ, ഇലത്താളത്തിൻ്റെയും ചേങ്ങിലുടെയും ഒക്കെ ശബ്ദത്തിലൂടെ കർപ്പൂര ദീപപ്രഭയിലൂടെ തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആ തിരുവാഭരണ സംഗമത സന്നിധാനത്തേക്ക് എത്തുകയാണ്. അതിന് മുകളിൽ കാണാം, അതിലൊന്ന് ദർശിക്കുന്നതിന്, അതിലൊന്ന് തൊട്ട് നമസ്കരിക്കുന്ന, അതിൽ ഏതാനും ചില പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിനൊക്കെ ആളുകൾ തീർത്ഥാടകരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് അവിടുത്തെ എന്താണ് അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ ശബ്ദം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. പ്രധാനപ്പെട്ട പേടകങ്ങളൊക്കെ ഇതാണ് 18ാം പടി കടന്ന് സോപാനത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇനിയിപ്പോൾ ആ തീർത്ഥാടക സംഘത്തിനോടൊപ്പം വന്നവരെയൊക്കെ അവിടെ ക്യൂ കോംപ്ലക്സിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, നടപ്പന്തലിലേക്കൊക്കെ മാറ്റുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ട പേടകങ്ങൾ, അത് 18ാം പടി ചവിട്ടി, ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പേടകം, അത് 18ാം പടി ചവിട്ടി എല്ലാം അങ്ങനെ തന്നെയാണ്. അത് കടന്ന് അകത്തേക്ക് സോപാനത്തിലേക്ക് വരും. അത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു നൃത്തഭാവമാണ് അതിന്. അവിടെ അതിനൊരു താളവും ഒരു ലയവും ഒരു നൃത്തരൂപവും ഒക്കെ ഉണ്ട്. അത് കൊണ്ടുവരുന്നത് അങ്ങനെ തന്നെയാണ്. അതിലിങ്ങനെ വട്ടം കറങ്ങി ശരണം വിളിക്കുന്നതിൻ്റെ ആവേശത്തിൽ ഇങ്ങനെ കറങ്ങി ആണ് അവർ ദൃശ്യങ്ങളിൽ കാണാം. 18ാം പടി ചവിട്ടി 18ാം പടി കടന്ന് അത് സോപാനത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ദീപാരാധനയുടെ സമയമാകുന്നു. സോപാനത്തിലേക്ക് അതെത്തുന്നുണ്ട്. അത് 18ാം പടി ചവിട്ടിയാണ് ആ തീർത്ഥാടക സംഘം കടന്നു വരികയാണ്. 18ാം പടിയിലേക്ക് മുകളിലേക്ക് പേടകങ്ങളും അതിനെ അനുഗമിച്ചു വന്നതിൽ ഒരു ഭാഗവും അവിടേക്ക് കടക്കാനായി തുടങ്ങുകയാണ്. എല്ലാവർക്കും അതിന് ഈ സമയത്ത് 18ാം പടി ചവിട്ടാൻ അനുവാദമില്ല. ദൃശ്യങ്ങളിൽ കാണാം സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം ഇതാണ് പ്രധാനപ്പെട്ട പേടകങ്ങളൊക്കെ അകത്തേക്ക് പോകുന്നു. സന്നിധാനത്തേക്ക് 18ാം പടി ചവിട്ടി കടന്നു പോവുകയാണ്. അത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ പേടകങ്ങളാണ്. ഇത് 18ാം പടി ചവിട്ടി അങ്ങനെ സോപാനത്തിലേക്ക് പോവുകയാണ്. ഇനി അത് ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ഉള്ള സമയമാണ്. അതിൽ പുഷ്പഹാരങ്ങൾ അർപ്പിക്കുന്നതിനും ഒരുപിടി പൂക്കൾ അർപ്പിക്കുന്നതിനും അതിൽ തൊട്ടൊന്ന് നമസ്കരിക്കുന്നതിനും അയ്യപ്പ വിശ്വാസികൾ ഇതിനെ കാത്തു നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ച് വലിയ വൈകാരികമായ ഒരു മുഹൂർത്തം കൂടിയാണ്. അത് അയ്യപ്പനെ അണിയിക്കുന്ന ആഭരണങ്ങളാണ്. പന്തളത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പിതൃസ്ഥാനീയരായ ആ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന ആ തിരുവാഭരണ പേടകങ്ങൾ അത് സാധാരണ നമ്മൾ കടന്നു പോകുന്നതല്ല. സോപാനം കടന്ന് നേരെ ശ്രീകോവിലേക്ക് പോവുകയാണ്. നമ്മൾ ദർശനത്തിന് പോകുന്ന വഴിയിലൂടെയല്ല 18ാം പടി കടന്നാൽ അത് നേരെ കൊടിമരത്തിന് മുന്നിലൂടെ സോപാനത്തിലൂടെ കടന്ന് നേരെ ശ്രീകോവിലേക്ക് കൊണ്ടുപോവുകയാണ്. മേൽശാന്തിയും തന്ത്രിയും ഒക്കെ ചേർന്ന് അത് ശ്രീകോവിലേക്ക് ഏറ്റുവാങ്ങി കൊണ്ടുപോകും. അത് ഏറ്റുവാങ്ങി കൊണ്ടുപോയാൽ അവിടെ നടയടയ്ക്കും. നടയടച്ചാൽ പിന്നീട് സോപാന സംഗീതമാണ്. ഇടയ്ക്ക് കൊട്ടി ദീപാരാധനയ്ക്ക് നടയടച്ചാൽ അവിടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഒരു സോപാന സംഗീതം മുഴങ്ങും. സോപാന സംഗീതം എന്നത് അത് ക്ഷേത്രാചാരത്തിൻ്റെ കൂടി ഭാഗമാണ്. ഇടയ്ക്ക കൊട്ടി അവിടെ സോപാന സംഗീതം ഇപ്പോൾ മുഴങ്ങും. അത് അല്പസമയത്തിനകം നമുക്കത് ശ്രവിക്കാൻ കഴിയും. ശരണം വിളികളാൽ സന്നിധാനം മുഖരിതമാണ്.
ഇപ്പോഴിതാ അവിടെ ദീപാരാധനയ്ക്ക് വേണ്ടുന്ന നട അടച്ചിരിക്കുകയാണ്.